നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ കെട്ടിട നിർമ്മാണ അനുമതിക്ക് വേണ്ടിയുള്ള പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കുന്നതിനെതിരെ ലെൻസ്ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് പിന്നോട്ടുരുണ്ട് സമീപത്തെ തുണിക്കടയിലേക്ക് കയറി. കടയുടെ മുന്നിൽ വച്ചിരുന്ന വാഹനങ്ങൾ തട്ടി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. UDF ഉടുമ്പന്നൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC മുൻ ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. കുമളിയിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സ്ഥലത്തെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ക്വാഡിനോട് വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് 5 പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ്. വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ KR സുരേഷിന് യാത്രയയപ്പ് നൽകി. പാറേമാവ് ജില്ലാ ആശുപത്രി അങ്കണത്തിൽ നടന്ന യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ കെട്ടിട നിർമ്മാണ അനുമതിക്ക് വേണ്ടിയുള്ള പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കുന്നതിനെതിരെ ലെൻസ്ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും നഗരസഭകളിലേക്കും മാർച്ചും ധർണയും നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിന് മുന്നിലും ധർണ നടത്തി. ലൈസൻസുകളുടെ തൊഴിൽ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തുക, സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷന്റെ മാന്യത തകർക്കാതിരിക്കുക, 2 തരം ലൈസൻസുകളെ സൃഷ്ടിക്കാതിരിക്കുക, കുടുംബശ്രീ ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ട് നാടിന് ദോഷം, എല്ലാ ലൈസൻസുകൾക്കും K-സ്മാർട്ടിൽ ലോ റിസ്ക് കെട്ടിടങ്ങളുടെ പ്ലാൻ വരയ്ക്കാൻ അനുമതി നൽകുക, നിലവിലുള്ള എല്ലാ ലൈസൻസുകളും M-പാനൽ ലൈസൻസുകളാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ലെൻസ്ഫെഡ് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും നഗരസഭകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ബിൽഡിംഗ് ലൈസൻസുകൾ സമാഹരിച്ച് നൽകുന്ന അല്ലെങ്കിൽ സംഘടിപ്പിച്ച് നൽകുന്നതിനുള്ള പ്ലാൻ തയ്യാറാക്കി അത് കൊടുത്ത് അതിന് പെർമിറ്റ് വാങ്ങി ജനങ്ങളെ വളരെയധികം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ലെൻസ്ഫെഡിൻ്റെ പ്രവർത്തകർ. അവർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ അത് കുറയ്ക്കുവാനുള്ള അല്ലെങ്കിൽ അവരെ ആ തൊഴിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള ഒരു പുറംവാതിൽ സംവിധാനമാണ് ഇന്ന് കേരളത്തിലുടനീളം നഗരസഭകളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അവർക്ക് ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് വഴിതിരിച്ചു വിടുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. ഇത് ശക്തമായ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നഗരസഭാ കൗൺസിലർമാരായ ജോസഫ് ജോൺ, K ദീപക് എന്നിവർ സംസാരിച്ചു. നിരവധി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഏപ്രിൽ 1 മുതൽ ജൂൺ 1 വരെ തൊടുപുഴ YMCAയിൽ തോപ്പൻസ് സ്വിമ്മിംഗ് സെന്റർ YMCA എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അവധിക്കാല നീന്തൽ പരിശീലനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ ദേശീയ നീന്തൽ താരം ബിജുമോൻ CV ആണ് നേതൃത്വം നൽകുന്നത്. സ്ത്രീകൾക്ക് വനിതാ പരിശീലകരുടെ സേവനവും ലഭ്യമാണ്. തോപ്പൻ സ്വിമ്മിംഗ് സെന്റർ, YMCA, ഡിസ്ട്രിക്ട് അക്വാറ്റിക് അസോസിയേഷൻ ഇടുക്കി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തൊടുപുഴ YMCAയിൽ വെച്ച് അവധിക്കാല നീന്തൽ പരിശീലനം സംഘടിപ്പിക്കും. 18 ക്ലാസുകൾ വീതമുള്ള 3 ബാച്ചാണ് ഉള്ളത്. ഏപ്രിൽ 1 മുതൽ ജൂൺ 1 വരെ രാവിലെ 7:08, 8:09, വൈകിട്ട് 4:05, 5:06, 6:07 സമയങ്ങളിലായിട്ടാണ് ക്ലാസുകൾ. മുൻ ദേശീയ നീന്തൽ താരവും പരിശീലക ഡിപ്ലോമ കരസ്ഥമാക്കിയിട്ടുമുള്ള ജോമോൻ CV ആണ് നേതൃത്വം നൽകുന്നത്. സ്ത്രീകൾക്ക് വനിതാ പരിശീലകരുടെ സേവനവും ലഭ്യമാണ്. ഏപ്രിൽ 1 തീയതി മുതൽ ജൂൺ 1 വരെ അവധിക്കാല നീന്തൽ പരിശീലനം YMCAയുടെ സ്വിമ്മിംഗ് പൂളിൽ നടത്തുകയാണ്. 5 വയസ്സിന് മുകളിലോട്ടുള്ള ആർക്ക് വേണേൽ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം. 18 ക്ലാസ്സുകളാണുള്ളത്. രാവിലെ 7 മണി, 8 മണി, 9 മണി, വൈകുന്നേരം 4, 5, 6
എന്നിങ്ങനെയാണ് സമയക്രമം. ജില്ലയിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതായത് സ്പോർട്സ് കോച്ചിങ്ങിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള ഏക പരിശീലകനാണ് ശ്രീ ബിജുമോൻ. അദ്ദേഹമാണ് ഈ ക്യാമ്പ് ലീഡ് ചെയ്യുന്നത്. വനിതകൾക്ക് പ്രത്യേകമായിട്ട് നമ്മൾ പരിശീലനത്തിൻ്റെ സൗകര്യം ഒരുക്കുന്നുണ്ട്. അങ്ങനെ ആളുകൾ ഒരു 10 പേരെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങൾ അവർക്ക് പ്രത്യേകമായിട്ട് വനിതാ പരിശീലകരെ വെച്ച് പരിശീലനം നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9411500967 9447227168. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാത്യു ജോസഫ്, ജെയിംസ് PJ, ബിജുമോൻ MV, അബു മാത്യു തോപ്പൻ എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് പുറകോട്ട് ഉരുണ്ട് സമീപത്തെ തുണിക്കടയിലേക്ക് കയറി. കടയുടെ മുന്നിൽ വച്ചിരുന്ന വാഹനങ്ങളിൽ തട്ടി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ടിവിയുടെ സ്വിച്ച് ഓഫ് ചെയ്യാനായി ക്ലീനർ എഞ്ചിൻ കീ തിരിച്ചപ്പോൾ വാഹനം പുറകോട്ട് തെന്നി നീങ്ങുകയായിരുന്നു. അപകടത്തിൽ 3 സ്കൂട്ടറുകൾ ഭാഗികമായി തകർന്നു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് പുറകോട്ടുരുണ്ട് സമീപത്തെ തുണിക്കടയിലേക്ക് കയറി. കടയുടെ മുന്നിൽ വെച്ചിരുന്ന വാഹനങ്ങളിൽ തട്ടി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവ സമയത്ത് വാഹനത്തിന്റെ ഡ്രൈവറും കണ്ടക്ടറും സ്ഥലത്തില്ലായിരുന്നു. വാഹനത്തിന്റെ ക്ലീനർ ടിവിയുടെ സ്വിച്ച് ഓഫ് ചെയ്യുവാനായി എഞ്ചിൻ കീ തിരിച്ചപ്പോൾ വാഹനം പുറകോട്ട് തെന്നി നീങ്ങിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 3 സ്കൂട്ടറുകൾ ഭാഗികമായി തകർന്നു. സ്ഥലത്ത് പോലീസെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. UDF ഉടുമ്പന്നൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC മുൻ ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ PN നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ മനോജ് തങ്കപ്പൻ സ്വാഗതം ആശംസിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. UDF ഉടുമ്പന്നൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC മുൻ ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന അടിസ്ഥാന വില അത് സ്വാമിനാഥൻ കമ്മീഷന്റെ തീരുമാനമനുസരിച്ച് നമ്മൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ UPA ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ 73,000 കോടി രൂപ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരുടെ കടം എഴുതിത്തള്ളിയവരാ നമ്മൾ പറയുക മാത്രമല്ല ചെയ്തത്. നമ്മൾ അധികാരത്തിലിരുന്നപ്പോൾ 1-2 73,000 രൂപയുടെ കാർഷിക കടം ഈ രാജ്യത്തെ കർഷകന്റെ കടം ബാങ്കുകളിൽ ഉണ്ടായിരുന്നു എഴുതിത്തള്ളിയവരാണ് നമ്മൾ. 1 രൂപ ഇവരാരെങ്കിലും ചെയ്തോ? 1 രൂപയുടെ സഹായം ജപ്തി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കേരള ബാങ്ക് ഒരു വഴി ജപ്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, നാഷണലൈസ്ഡ് ബാങ്ക് വേറെ വശാല ജപ്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാതെ ഒരു കൃഷിക്കാരനും 1 രൂപയുടെ സഹായം ചെയ്യാൻ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല, സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇതിലെല്ലാം വലിയ അപകടകരമായ സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനങ്ങളെ ഒന്നൊന്നായി തകിടം മറിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന സമീപനം നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. മതേതരത്വ സംവിധാനങ്ങളെ തകർക്കുന്നു. ജാതിയുടെ, മതത്തിന്റെ, വർഗീയത പേരിൽ ആളുകളെ തമ്മിൽ തല്ലിക്കുന്നു, പരസ്പരം പോരടിപ്പിക്കുന്നു. അതാണ് അധികാരം നിലനിർത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമെന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ചിന്തിക്കുന്നു. അതിനുവേണ്ടി പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോരോ കുഴപ്പം പിടിച്ച പദ്ധതികളും നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുക. എത്രയോ അപകടകരമായ പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലം ചെയർമാൻ PN നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ മനോജ് തങ്കപ്പൻ സ്വാഗതം ആശംസിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കൺവീനർ പ്രൊഫസർ MJ ജേക്കബ്, MN ഗോപി, CP കൃഷ്ണൻ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ഇന്ദു സുധാകരൻ, TK നവാസ്, ജോൺ നെടിയപ്പാല, അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, PN സീതി, NI ബെന്നി, മാത്യു K ജോൺ, കൃഷ്ണൻ കണിയാപുരം, TJ പീറ്റർ, ബിജോ ജേക്കബ്, KR സോമരാജൻ, സിബി ദാമോദരൻ, MJ മാമച്ചൻ, ജോൺസൺ കുര്യൻ, സുബേർ അമ്മക്കുന്നേൽ, ടോമി കൈതവേലിൽ, ഹാജറ സെയ്ദ് മുഹമ്മദ്, നൈസി ഡെനിൽ, ജിജി സുരേന്ദ്രൻ, ഷീല സുരേന്ദ്രൻ, അഖിലേഷ് ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. കുമളിയിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സ്ഥലത്തെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ക്വാഡിനോട് വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് 5 പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസിന്റെ വാദം.
കുമളിയിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സ്ഥലത്തെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ക്വാഡിനോട് വാക്കുതർക്കമുണ്ടാക്കിയതിനെ തുടർന്നാണ് 5 പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കുമളി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കുമളി വ്യാപാര ഭവനിൽ വെച്ച് നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സ്ഥലത്തെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധനാ സംഘം യോഗത്തിന്റെ ഫോട്ടോയും വീഡിയോയും പകർത്തിയതാണ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. ദൃശ്യങ്ങൾ പകർത്തിയ ഉദ്യോഗസ്ഥരുടെ സംഘത്തെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. ബഹളം ഉണ്ടാക്കി കൺവെൻഷൻ നടത്തിയ ഹാളിൽ നിന്നും ഇവരെ പുറത്താക്കിയിരുന്നു. ഉദ്യോഗസ്ഥർ എടുത്ത ഫോട്ടോയും വീഡിയോയും കോൺഗ്രസ് പ്രവർത്തകർ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ CPIM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമായി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും UDF നേതാവ് ബിജു ദാനിയേൽ കുമളിയിൽ ആരോപിച്ചു. ഇടുക്കി ജില്ലയിലെ UDFന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഇവിടെ UDFന്റെ കൺവെൻഷൻ നടക്കുന്ന ഹാളിലേക്ക് രണ്ട് പോലീസുകാരും 3-4 ഉദ്യോഗസ്ഥന്മാരുടെ കയറി വരികയും അവിടെ ഇരിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ വീഡിയോ എടുക്കുകയും അവിടെ പ്രകോപനകരമായി പെരുമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളം ഭരിക്കുന്ന പിണറായിയുടെ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. 25 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ KR സുരേഷിന് യാത്രയയപ്പ് നൽകി. പാറേമാവ് ജില്ലാ ആശുപത്രി അങ്കണത്തിൽ നടന്ന യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 4 നൂറ്റാണ്ട് കാലം പാറേമാവ് ആയുർവേദ ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ KR സുരേഷിന് യാത്രയയപ്പ് നൽകി. ജില്ലാ ആയുർവേദ ആശുപത്രി അങ്കണത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പേരുകേട്ട ഒരു സ്ഥാപനമായി മാറുന്നതിന് വേണ്ടി ഡോക്ടർ സുരേഷ് വളരെയധികം പരിശ്രമിച്ചു എന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ച് ആ ഡോക്ടറുടെ മുമ്പിലേക്ക് എത്തുന്ന ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പേഷ്യൻസാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരിക. അവിടേക്ക് കടന്നു വരുന്ന ആ ഒരു രോഗിക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇന്ന് ജോലി നേടി നല്ല ഡോക്ടർമാരൊക്കെ ആയിട്ട് മാറുന്നവരും പക്ഷേ രോഗികളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിൽ അല്പം പിന്നോട്ട് പോകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KG സത്യൻ യാത്രയയപ്പ് സന്ദേശം നൽകി. ആശംസകൾ അറിയിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ MJ ജേക്കബ്, ഷൈനി റെജി, CV സുനിത, SP രാജേന്ദ്രൻ, ഷൈനി സജി, ഇന്ദു സുധാകരൻ, DMO ഇൻചാർജ് ഡോക്ടർ മിനി, AP ഉസ്മാൻ, ഡിറ്റാജ് ജോസഫ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിമാസ വീട്ടുമുറ്റ പുസ്തക ചർച്ചകളിൽ 20ാമത് വീട്ടുമുറ്റ പുസ്തക ചർച്ച തൊടുപുഴ മുതലയാർമഠത്ത് കാപ്പിൽ TG അജീഷ് കുമാറിന്റെ വീട്ടുമുറ്റത്ത് നടന്നു. വിനോദ് പുഷ്പാങ്കത്തിന്റെ അധ്യക്ഷതയിൽ തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ജിതേഷ് ഇഞ്ചക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിമാസ വീട്ടുമുറ്റ പുസ്തക ചർച്ചകളിൽ 20ാമത് വീട്ടുമുറ്റ പുസ്തക ചർച്ച തൊടുപുഴ മുതലയാർമഠത്ത് കാപ്പിൽ TG അജീഷ് കുമാറിന്റെ വീട്ടുമുറ്റത്ത് ജനപങ്കാളിത്തം കൊണ്ടും പഠനാർഹമായ അവതരണം കൊണ്ടും ശ്രദ്ധേയമായി. വിനോദ് പുഷ്പാങ്കത്തിന്റെ അധ്യക്ഷതയിൽ തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ജിതേഷ് ഇഞ്ചക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മാധവിക്കുട്ടിയുടെ നിർമ്മാതളം പൂത്തകാലം എന്ന പുസ്തകം വാഴത്തോപ്പ് GVHSSലെ അധ്യാപിക റിജിമോൾ S, റിട്ടയർഡ് HSA മലയാളം PK സുരേഷ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ, സെക്രട്ടറി PB സജീവ്, ജോയിന്റ് സെക്രട്ടറി ജോസ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഗൃഹനാഥനും തൊടുപുഴ ഡയറ്റ് സ്കൂൾ അധ്യാപകനുമായ TB അജീഷ് കുമാർ സ്വാഗതവും PR വിശ്വൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. പട്ടയങ്കവല റിവൽ ഫിറ്റ്നസിൽ ഇഫ്താർ സംഗമം നടന്നു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ പങ്കെടുത്തു. അംജദ് അലി, മച്ചാൻ സലീം, നസീർ ആലിക്കുന്നേൽ, ഷിയാസ് മരവെട്ടിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വരൾച്ച രൂക്ഷമായതോടെ ജില്ലയിലെ കർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ട്. വരൾച്ച കാർഷിക മേഖലയെയും കാർഷിക വിളകളെയും ബാധിച്ചു കഴിഞ്ഞു. ഏലം, ജാതി, ഗ്രാമ്പു, കൊക്കോ, കുരുമുളക് തുടങ്ങിയ കൃഷികളെല്ലാം ഉണങ്ങിക്കരിയുകയും
ഒന്നടങ്കം നാശത്തിൻ്റെ വക്കിലുമാണ്. വേനലിൽ ജലസേചനം നടത്തി വന്നിരുന്ന കൃഷിയിടങ്ങളെയാണ് വരൾച്ച സാരമായി ബാധിച്ചത്. മഴക്കുറവാണ് താപനില ഉയരാൻ കാരണം. സർക്കാർ അടിയന്തരമായി കാർഷിക മേഖലയിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ആവശ്യം. വരൾച്ച രൂക്ഷമായതോടെ ജില്ലയിലെ കർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായാണ് റിപ്പോർട്ട്. വരൾച്ച കാർഷിക മേഖലയെയും കാർഷിക വിളകളെയും ബാധിച്ചു കഴിഞ്ഞു. നാണ്യവിളകൾ കരിഞ്ഞുണങ്ങുകയാണ്. ഏലം, ജാതി, ഗ്രാമ്പൂ, കമുക്, കൊക്കോ, കുരുമുളക് തുടങ്ങിയ കൃഷികളെല്ലാം ഉണങ്ങിക്കരിയുകയും ഒന്നടങ്കം നാശത്തിന്റെ വക്കിലുമാണ്. മഴക്കുറവാണ് താപനില ഉയരാൻ കാരണം. താപനില സാധാരണയിലും ഉയർന്നതോടെ പകലും ചൂടുകൂടി. വേനൽ ആരംഭത്തിൽ തന്നെ കൃഷിയിടങ്ങളിൽ ജലസേചനത്തിന് നിർമ്മിച്ച കുളങ്ങളും കിണറുകളും വറ്റിപ്പോയ നിലയിലാണെന്നും ഇത്രയും ഭീകരമായ വരൾച്ച മലയോരത്ത് അനുഭവപ്പെട്ടതായി ഓർമ്മയിലില്ലെന്നും മലയോരത്തെ കർഷകർ പറയുന്നു. വരൾച്ചയെ തുടർന്ന് നാളികേരം, അടയ്ക്ക, കാപ്പി തുടങ്ങിയ നാണ്യവിളകളും മറ്റ് സുഗന്ധവിളകളും കടുത്ത വരൾച്ചാ ഭീഷണി നേരിടുകയാണ്. ഇതേ തുടർന്ന് ഈ സീസണിൽ ജാതി, ഗ്രാമ്പൂ, കൊക്കോ തുടങ്ങിയവയുടെ ഉൽപാദനം 4/1 ചുരുങ്ങുമെന്നും കർഷകർക്ക് ലക്ഷക്കണക്കിന് നാശനഷ്ടമാണ് ഉണ്ടാവുകയെന്നും ജാതി കർഷകനും അവാർഡ് ജേതാവുമായ ചെറുകുന്നേൽ ഗോപി പറഞ്ഞു. ജാതിയൊക്കെ ഉണങ്ങി കരിഞ്ഞ് ഇലയെല്ലാം കരിഞ്ഞ് കായും കൂടെ ഉണങ്ങി വീണുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏലമൊക്കെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഏലം വീണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചൂട് അതിശക്തമായിട്ട് വെള്ളത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കർഷകർ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഒരുപിടി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് ഓരോ കർഷകർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നനയ്ക്കാൻ സൗകര്യമുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് കൃഷിക്കാർക്ക് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അല്ലാത്ത പാവപ്പെട്ട കർഷകരെല്ലാം, ഇടത്തരം കർഷകരെല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ പതിയേണ്ടത്. വേനലിൽ ജലസേചനം നടത്തിവന്നിരുന്ന കൃഷിയിടങ്ങളെയാണ് വരൾച്ച സാരമായി ബാധിച്ചത്. പോയ വർഷം തുലാമഴ ചതിച്ചതിനെ തുടർന്ന് ജനുവരി അവസാനം മുതൽ ജലസ്രോതസ്സുകളിലെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വന്നിരുന്നു. വരൾച്ച കഠിനമായതോടെ ഭൂഗർഭ ജലത്തിലും കുറവ് വന്നിട്ടുണ്ട്. കർഷകർക്ക് പിടിച്ചുനിൽപ്പില്ലെന്നും സർക്കാർ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. വരൾച്ചയെ തുടർന്ന് കിണറുകളും കുളങ്ങളും ഉൾപ്പെടെ ജലസ്രോതസ്സുകളെല്ലാം വറ്റി വരണ്ടു തുടങ്ങിയതോടെ വിവിധയിടങ്ങളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായി. ന്യൂസ് ബ്യൂറോ, അടിമാലി. അനധികൃതമായി ഭൂമി കൈവശം വെച്ച കേസിൽ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടിന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമി വീണ്ടും അളക്കും. അടുത്തയാഴ്ച ഹെഡ് സർവേയറുടെ നേതൃത്വത്തിൽ റിസോർട്ട് ഉടമകളുടെ സാന്നിധ്യത്തിൽ അളക്കും. മുമ്പ് ഭൂമി അളന്നപ്പോൾ പിശകുണ്ടായെന്ന് ഉടമകൾ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് നടപടി. ഇടുക്കി ചിന്നക്കനാലിലെ കപ്പിത്താൻ റിസോർട്ടുമായി ബന്ധപ്പെട്ട ഭൂമി കൂടാതെ 50 സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിന് ജനുവരി 27 റവന്യൂ വകുപ്പ് മാത്യു കുഴൽനാടനെതിരെ കേസെടുത്തത്. തുടർന്ന് ഫെബ്രുവരി 8 ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് മുന്നിൽ ഹിയറിംഗിന് ഹാജരാകുവാൻ നിർദ്ദേശം നൽകി നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ നോട്ടീസ് പ്രകാരം നേരിട്ട് ഹാജരാകുവാൻ കഴിയില്ല എന്നും അതിനായി 1 മാസത്തെ സമയം നീട്ടി നൽകണമെന്നും ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് അപേക്ഷ സമർപ്പിച്ചു. ഈ കാലാവധി അവസാനിച്ചതോടെ ഈ മാസം 5 മാത്യു കുഴൽനാടന്റെ പാർട്ട്ണർമാരായ റാന്നി കാവുങ്കൽ ടോണി, സഹോദരൻ ടോം എന്നിവർ ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിലെത്തി ഹിയറിംഗിന് ഹാജരാവുകയായിരുന്നു. മുമ്പ് ഭൂമി അളന്നപ്പോൾ പിശകുണ്ടായിരുന്നുവെന്ന് ഉടമകൾ ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ സാന്നിധ്യത്തിൽ വീണ്ടും അളക്കണമെന്നിവർ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നാണ് ഹെഡ് സർവേയറുടെ നേതൃത്വത്തിൽ വീണ്ടും ഭൂമി അളക്കുവാൻ തീരുമാനിച്ചത്. അടുത്തയാഴ്ച ഭൂമി അളന്നിരിക്കുമെന്ന് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ AV ജോസ് അറിയിച്ചു. അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം അധിക ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമി അടിയന്തരമായി പിടിച്ചെടുക്കുവാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. കോതമംഗലം കള്ളാട് വീട്ടമ്മയുടെ കൊലപാതകം പ്രതികളെക്കുറിച്ച് സൂചനയൊന്നും ലഭിച്ചില്ല. ഭൗതിക ശരീരം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ വീട്ടിൽ തനിച്ചായിരുന്ന കള്ളാട് ചെങ്ങമനാട്ട് ഏലിയാസിന്റെ ഭാര്യ സാറാമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് നിരീക്ഷണത്തിലാണെങ്കിലും പ്രതികളെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. കോതമംഗലം കള്ളാട് വീട്ടമ്മയുടെ കൊലപാതകം പ്രതികളെക്കുറിച്ച് സൂചനയൊന്നും ലഭിച്ചില്ല. ഭൗതിക ശരീരം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ വീട്ടിൽ തനിച്ചായിരുന്ന കള്ളാട് ചെങ്ങമനാട്ട് ഏലിയാസിന്റെ ഭാര്യ സാറാമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് നിരീക്ഷണത്തിലാണെങ്കിലും പ്രതികളെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക്കും ഡോഗ് സ്ക്വാഡും DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പലപ്പോഴായി സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടും കേസിന് തുമ്പൊന്നും ലഭിച്ചിട്ടില്ല. സമീപത്തെ CCTV ക്യാമറകളും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും സമഗ്ര അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്. രാവിലെ സാറാമ്മയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു. വിവിധ തുറകളിലുള്ള നിരവധി പേർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസ് അനിയ വലിയ പള്ളിയിൽ സംസ്കാരം നടന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.
ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ വനജല കാലാവസ്ഥാ ദിനാചരണങ്ങളുടെ ഭാഗമായി സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ ശില്പം സ്ഥാപിച്ചു. ശില്പം അനാച്ഛാദന ചടങ്ങിൽ സ്കൂൾ SMC അംഗം അഞ്ജു വിപിൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ KH സൈനുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷറഫിയ ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു. ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ വനജന കാലാവസ്ഥാ ദിനാചരണങ്ങളുടെ ഭാഗമായി സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ ശില്പം സ്ഥാപിച്ചു. സ്കൂൾ കവാടത്തിലായി നിർമ്മിച്ചിരിക്കുന്ന ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ കുട്ടികൾക്ക് നേർക്കാഴ്ചയായി സംസ്ഥാന പുഷ്പം കണിക്കൊന്ന, സംസ്ഥാന മൃഗം ആന, സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ, സംസ്ഥാന വൃക്ഷം തെങ്ങ് എന്നിവ ഒരുക്കിയിരിക്കുന്നത് വേറിട്ട കാഴ്ചയായി മാറിയിരിക്കുന്നു. ശില്പം അനാച്ഛാദന ചടങ്ങ് സ്കൂൾ SMC അംഗം അഞ്ജു വിപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ KH സൈനുദ്ദീൻ സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് മെമ്പർ ഷറഫിയ ഷിഹാബ് ഉദ്ഘാടനം നിർവഹിച്ചു. ശില്പിയും ദേശീയ അവാർഡ് ജേതാവുമായ രവീന്ദ്രൻ ചെങ്ങനാട്ട് സ്കൂളിനായി നിർമ്മിച്ച വേഴാമ്പൽ ശില്പം സമർപ്പിച്ച് സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി പരീത് കോട്ടയിൽ, മുൻ അധ്യാപകൻ ചെറുവട്ടൂർ നാരായണൻ, വൈസ് പ്രസിഡന്റ് ബഷീർ TS, പ്രധാന അധ്യാപകൻ സൈനുദ്ദീൻ KH എന്നിവർ ചേർന്ന് അനാച്ഛാദനം ചെയ്തു. തുടർന്ന് റഹ്മ ചാരിറ്റബിൾ ചെയർമാൻ അസേനർ മാസ്റ്റർ, ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സനിൽകുമാർ, ചെറുവട്ടൂർ UP സ്കൂൾ SMC ചെയർമാൻ KC അയ്യപ്പൻ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സലീം അമ്പാടത്ത്, MPTA അംഗം ഷഹന ഹബീബ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഞങ്ങളുടെ പിഞ്ചു മക്കൾക്ക് പാഠപുസ്തകത്തിനപ്പുറം നേരിൽ കണ്ട് പഠിക്കുന്ന രീതിയിൽ കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗവും ഔദ്യോഗിക പക്ഷിയും ഔദ്യോഗിക പുഷ്പവും ഔദ്യോഗിക വൃക്ഷവും എല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നിർമ്മിച്ച് സ്കൂളിന് സമർപ്പിച്ചിരിക്കുന്നത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി, കരിങ്കൽ പണിക്കാരൻ, ശില്പി, ദേശീയ അവാർഡ് ജേതാവ്, സ്കൂളിൽ സദാസമയവും ഒരു അധ്യാപകനെ പോലെ തന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുകയാണ്. ചടങ്ങിൽ മലയാള മധുരം 1-2 ക്ലാസുകളിൽ എന്നിവയുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് 4 പുസ്തകങ്ങൾ വീതം വിതരണം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളയുടെ വായനയ്ക്ക് അവധിയില്ല എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് പുസ്തകങ്ങൾ നൽകിയത്. SMC അംഗങ്ങളായ മനു പ്രസാദ്, ഹസീന സലീം, റഷീദ് കവലയ്ക്കൽ, സുനീറ, അധ്യാപകരായ അൻസ, അഞ്ജു ജോർജ്, മേരി ജെൻസി, മേഘ, ഫഹദ്, സിജി, പ്രസന്ന, സുശീല എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ കെട്ടിട നിർമ്മാണ അനുമതിക്ക് വേണ്ടിയുള്ള പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കുന്നതിനെതിരെ ലെൻസ്ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് പിന്നോട്ടുരുണ്ട് സമീപത്തെ തുണിക്കടയിലേക്ക് കയറി. കടയുടെ മുന്നിൽ വച്ചിരുന്ന വാഹനങ്ങൾ തട്ടി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. UDF ഉടുമ്പന്നൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC മുൻ ജനറൽ സെക്രട്ടറി റോയ് K. പൗലോസ് ഉദ്ഘാടനം ചെയ്തു. കുമളിയിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സ്ഥലത്തെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ക്വാഡിനോട് വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് 5 പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ്. ഇരുപത്തഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ KR സുരേഷിന് യാത്രയയപ്പ് നൽകി. പാറേമാവ് ജില്ലാ ആശുപത്രി അങ്കണത്തിൽ നടന്ന യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.